ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മളുടെ 10th രചനാക്കാര് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ പാർട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ 10th CBSEക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു നമ്മുടെ സിലബസിലുള്ള ഒരു പോർഷനാണ് സൂചനാ ലേഖൻ. ഇത് CBSEക്ക് സൂചനാ ലേഖൻ എന്നുള്ള രീതിയിൽ വരാറുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് സിലബസുകാർക്ക് നോട്ടീസ് റൈറ്റിംഗ് എന്നുള്ള രീതിയിലും സെയിം ഏകദേശം ഒരേ കാര്യം തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൂചനാ ലേഖൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് സൂചന എന്ന് പറയുന്നത്? ഇൻഫോർമേഷൻ ആണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൂചന, ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂചനാ ലേഖൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ റൈറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. सूचना എന്ന് പറയുന്നത് कम शब्दों में औपचारिक शैली में लिखी गई संक्षिप्त जानकारी होती है. സോ എനിക്കൊരു കാര്യം ഇൻഫോം ചെയ്യണം, അതിന് വളരെ ചുരുക്കി നമ്മൾ ഒഫീഷ്യൽ രീതിയിൽ തന്നെ, ഒഫീഷ്യലായിട്ട് തന്നെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ, ഫോർമലായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് സൂചനാ ലേഖൻ. അപ്പം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പെട്ടെന്ന് നോട്ടീസൊക്കെ വായിക്കാറില്ലേ? നാളെ സ്കൂളിന് അവധിയാണ്, ഇന്ന റീസൺ കൊണ്ടാണ് അവധി, അങ്ങനെയൊക്കെ വായിക്കാറില്ലേ? അതെല്ലാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൂചനാ ലേഖൻ. അതൊക്കെ പറയുന്ന ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. കിസി വിശേഷ സൂചന കോ സാർവജനിക് കർണ സൂചനാ ലേഖൻ കഹലാത്ത ഹെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി എഴുതുന്നതിനെയാണ് സൂചനാ ലേഖൻ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ दिनांक और स्थान के साथ भविष्य में होने वाले कार्यक्रमों आदि के विषय में दी गई लिखित जानकारी സൂചന कहलाती है. അപ്പോൾ ഡേറ്റും പ്ലേസും ഒക്കെ മെൻഷൻ ചെയ്തിട്ട് നമ്മളൊരു കാര്യം അറിയിക്കാൻ പോവാണ്. സോ അങ്ങനെ അറിയിക്കുന്ന ഇതിനെയാണ് സൂചനാ ലേഖൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂചനാ ലേഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണം, ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എന്താണ് ഇൻഫോർമേഷൻ എന്നും ഡേറ്റും പ്ലേസും ഒക്കെ മെൻഷൻ ചെയ്തിട്ടാണ് നമ്മളത് എഴുതുന്നത്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു, സംബന്ധിത വ്യക്തികൾക്ക് വിശേഷ ജാൻകാരി ദേനെ ഹി സൂചനാ ലേഖൻ കഹലാത്ത ഹെ. അതായത് ഈ നമുക്ക് ഇൻഫോർമേഷൻ അറിയിക്കേണ്ടവരെയാണല്ലേ നമ്മൾ അറിയിക്കേണ്ടത്. സ്കൂളിലാണെങ്കിൽ ചിലപ്പോൾ 4Bന് മാത്രം അറിയിക്കേണ്ട കാര്യമായിരിക്കും. അപ്പോൾ അവർ മാത്രമായിരിക്കും അത് ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ അറിയേണ്ട വ്യക്തികളിലേക്ക് ഡേറ്റും പ്ലേസും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒന്നാണ് ഇൻഫോർമേഷൻ റൈറ്റിംഗ് അഥവാ സൂചനാ ലേഖൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. आपकी विद्यालय की वार्षिक उत्सव में नाटक मंचन हेतु इच्छुक छात्रों को जानकारी देने हेतु एक सूचना तैयार कीजिए. നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ വരുവാണ്. അപ്പോൾ ആനുവൽ ഡേയിൽ നമ്മളുടെ സ്കൂളിൻ്റെ വക ഒരു ഡ്രാമ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഡ്രാമയിൽ പങ്കെടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പേര് തരാനായിട്ടാണ് ഇൻഫോർമേഷൻ നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ സ്ഥിരം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് സൂചനാ ലേഖനിൽ പറയുന്നത്. അപ്പോൾ സൂചനാ ലേഖനിൽ നിങ്ങൾ എന്താണെങ്കിലും ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ മുകളിൽ തന്നെ ഈ ഒരു പേജിൻ്റെ നടുക്കായിട്ട് സൂചന എന്ന് എഴുതാം. ദെൻ ഇവിടെ ഒരു സ്കൂളിൻ്റെ പേര് വെറുതെ കൊടുത്തിരിക്കുകയാണ്, DAV പബ്ലിക് സ്കൂൾ നാടക് മഞ്ചൻ കാ ആയോജൻ. അപ്പോൾ സ്കൂളിൻ്റെ പേര് കൊടുത്തു. ദെൻ നമ്മൾ എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊടുത്തു. നമ്മളിവിടെ ഒരു ഡ്രാമയാണ് പ്ലാൻ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഈ സൈഡിലായിട്ട് ഡേറ്റ് കൊടുത്തു. അപ്പോൾ സൂചന എന്ന് കൊടുത്തു. ദെൻ നമ്മളുടെ പാസ് ചെയ്യാനുള്ള നമ്മളുടെ ഇൻഫോർമേഷൻ എന്താണ് എന്നുള്ളത് ഇവിടെ കൊടുക്കണം. അതിന് മുന്നേ സൂചനയുടെ തൊട്ട് താഴെ ആരാണ് ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നത്, ഇപ്പോൾ ആരാണോ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ആ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ പേര്. ഇപ്പോൾ ഒരു വ്യക്തി ആയിരിക്കില്ല, ഒട്ടുമിക്ക കേസുകളിലും ഒരു സ്ഥാപനത്തിൻ്റെ വകയായിരിക്കും നോട്ടീസ് വരുന്നത്. സോ ഇവിടെ നമ്മുടെ സ്കൂളായതുകൊണ്ട് DAV പബ്ലിക് സ്കൂൾ നാടക് മഞ്ചൻ കാ ആയോജൻ, ദെൻ ദിനാങ്ക് ഡേറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ इस विद्यालय के सभी छात्रों को सूचित किया जाता है कि विद्यालय के वार्षिक उत्सव में नाटक मंचन किया जाएगा. അപ്പോൾ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ ഇൻഫോം ചെയ്യാണ്. സ്കൂളിൻ്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നാടക് മഞ്ചൻ, ഒരു ഡ്രാമ കണ്ടക്ട് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. जो भी छात्र नाटक में अभिनय करने के इच्छुक हो. അപ്പം ആരെല്ലാം തന്നെ ഈ ഒരു നാടകത്തിൽ
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ वो 3 अगस्त 2019 को अंतिम 2 कक्षा में स्क्रीन टेक्स्ट हेतु विद्यालय के सभागार में उपस्थित रहो. അപ്പോൾ ആരെല്ലാം തന്നെ ഈ ഒരു നാടകത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ഓഗസ്റ്റ് 3, 2019 ഓഗസ്റ്റ് 3, 2019 24 ഈ ലെറ്റർ, ജൂലൈ 24 നമ്മൾ ഈ ഒരു സൂചന കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഓഗസ്റ്റ് 3, 2019 നമ്മൾ ലാസ്റ്റ് 2 പീരീഡ് സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക? അതെവിടെ നടത്തുന്നത്? വിദ്യാലയക്ക് സഭാഗർമേ ഉപസ്ഥിത രഹേ, കോൺഫറൻസ് ഹാളിലാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരണം. ദെൻ രാകേഷ് കുമാർ ഛാത്ര സജീവ്, സ്റ്റുഡൻറ് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് കുമാറാണ് ഈ ഒരു നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഫോർമേഷൻ എഴുതുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കാര്യം പറയണം, പക്ഷെ ഷോർട്ടായിട്ട് പറയണം. ഡീറ്റെയിൽഡ് ആയിട്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എവിടെ നടക്കുന്നു, എപ്പോൾ നടക്കുന്നു, എന്ന് നടക്കുന്നു, എന്താണ് നടക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആരെല്ലാം അറിയിക്കണം. അവർക്ക് എല്ലാവർക്കുമായിട്ടാണ്, ഇവിടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കെല്ലാമാണോ നമ്മളിത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മൾ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സൂചനാ ലേഖനിൽ ഇതുപോലത്തെ കണ്ടന്റ് തരും. അപ്പോൾ കണ്ടന്റ് തരുമ്പോൾ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. സൂചന ഏത് ഓർഗനൈസേഷൻ ആണോ നടത്തുന്നത്, ഇപ്പോൾ റോട്ടറി ക്ലബിൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ്റെ ഒരു സൂചനയാണെന്ന് വിചാരിക്കുക. സൂചന റോട്ടറി ക്ലബ്, സ്ഥലം ഇപ്പോൾ എറണാകുളം ആണെങ്കിൽ എറണാകുളം. അപ്പോൾ രക്തദാന ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കാം. നമ്മളിത് ഇന്ന വാർഡിൽ വരുന്ന റെസിഡൻസ് അസോസിയേഷനിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് വാർഡ് 48, 49, 50 ഈ റെസിഡൻസ് അസോസിയേഷനിലേക്കാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ അവരുടെ പേര്, അവരുടെ വാർഡിൻ്റെ നമ്പേഴ്സ് മെൻഷൻ ചെയ്യാം, എന്നാണ് നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ദിവസം ഇന്ന സമയത്ത് ആ ഒരു റെസിഡൻസ് അസോസിയേഷൻസിൻ്റെ ഓഫീസുകളിൽ ബന്ധപ്പെടുക. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആണ് കൊടുത്തെങ്കിൽ പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ സജീവാണ്, സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി, ആളുടെ പേര് കൊടുക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ സൂചനാ ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂചന, ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാനായിട്ട് എഴുതുന്നതാണ്. അവിടെ ലാംഗ്വേജ് ഈസി ആയിരിക്കണം, ഇൻഫോർമേഷൻ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതാണ്ട്, നമ്മൾ ഫോമലാണ്, അതുകൊണ്ട് തന്നെ ചുരുക്കി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെയാണ് സംഭവിക്കുന്നത് വിശദം എന്ന് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് മാർക്കുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂചനാലേഖൻ. ഇനി കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. അപ്പോൾ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യും. ഇപ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിൽ ഇത്രയും എഴുതണമെന്നുണ്ടാവും, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ടാവും, പക്ഷേ ചിലപ്പോൾ ഹിന്ദി വേർഡ്സ് അറിയാതെയൊക്കെ വരും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനിയും ടൈമുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്താതെ നോക്കാം. അപ്പം അതിനുള്ള ടിപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അത് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ ആണ് വിജ്ഞാപന ലേഖൻ, അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിംഗ്. ഏകദേശം ഒരു 7th മുതൽ തന്നെ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളുടെ TV എടുത്താലും പത്രം എടുത്താലും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഇടയിലാണ്, അല്ലെ പ്രൊമോഷൻസിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെയിലാവാനോ അല്ലെങ്കിൽ ഒരു സർവീസിനെ കുറിച്ച് ഇൻഫോം ചെയ്യാനോ ഒക്കെ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഹിന്ദിയിൽ വിജ്ഞാപന ലേഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിംഗ് ആണ്. അതായത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് വായിച്ചു നോക്കുമ്പോൾ ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തോന്നിക്കണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എക്സാംസിനാണെങ്കിലും വിജ്ഞാപന ലേഖൻ കൈകാര്യം ചെയ്യാനായിട്ട്. ഇപ്പോൾ വിജ്ഞാപന ലേഖനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ ഇപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ ചില അതിൽ പടം വരയ്ക്കുന്ന പോലെ തന്നെ വിജ്ഞാപന ലേഖനിൽ നിങ്ങൾ തീർച്ചയായിട്ടും പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കണം. എത്രത്തോളം നമുക്ക് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം അട്രാക്റ്റീവ് ആക്കണം. പിന്നെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊണ്ടുവരിക. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതെ
ചുരുക്കി പറയുക, എന്നാൽ നല്ല ഇൻഫ്ലുവൻസിങ് ആയിരിക്കണം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ വേണം ക്യാപ്ഷൻസ് കൊണ്ടുവരാനായിട്ട്. പിന്നെ ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോഗൻസ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. സ്ലോഗൻസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിക്ചറോ അല്ലെങ്കിൽ കാർട്ടൂൺസോ ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിക്ചർ എന്തായാലും വേണം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാർട്ടൂൺസ് ഒക്കെ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ എന്തിനെക്കുറിച്ചാണോ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ കോൾഗേറ്റ് പേസ്റ്റിനെ കുറിച്ചാണെങ്കിൽ ആ പേസ്റ്റ് യൂസ് ചെയ്താൽ എന്തൊക്കെ ബെനഫിറ്റ് ഉണ്ടാവും, അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ബെനഫിറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ബോക്സിലായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് വിജ്ഞാപൻ ലേഖൻ. അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിംഗ് ആണ് ഇപ്പം നമുക്ക് തരുന്നത്. ഇപ്പം നിങ്ങളോട് ലെക്സ് സോപ്പിനെ കുറിച്ചാണ് എഴുതാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലെക്സ് സോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ത്വച നല്ല ക്ലീൻ ആവും. ത്വച എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല സ്മെല്ലാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനെക്കുറിച്ച് എഴുതാം. പക്ഷേ ഒരുപാടങ്ങ് എഴുതി വൃത്തികേടാക്കാതെ ചുരുക്കി എഴുതുക. അതുപോലെ തന്നെ ഒരു ബോക്സ് വരച്ചിട്ട് എഴുതുക, പടം കൊണ്ടുവരിക, അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷൻ കൊണ്ടുവരിക, സ്ലോഗൻസ് കൊണ്ടുവരിക. എത്രത്തോളം നിങ്ങൾക്ക് അതിനെ ക്രിയേറ്റീവ് ആക്കാമോ അത്രത്തോളം ക്രിയേറ്റീവ് ആക്കുക എന്നുള്ളതാണ്. നമുക്കൊരു മോഡൽ നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ബബിൾസ് ഒക്കെ ആയിട്ട് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, സുൻഹറ മൗക്ക അവസർ, ഗോൾഡൻ ചാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയണ്ടേ എന്തിനെ കുറിച്ചാണ് गोल्डन चांस എന്തിന്റെ गोल्डन चांस ആണ് हिंदी से जड़े और साहित्य के शौकीन पाठकों के लिए जल्द ही मिले रहा है सुनहरा मौका. ഹിന്ദിയിലെ നിങ്ങൾക്ക് എന്താണ് ഹിന്ദി ലിറ്ററേച്ചറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്താണെങ്കിലും മിസ് ചെയ്യരുത്. आपकी के शहर नई दिल्ली में हिंदी पुस्तकों की प्रदर्शनी का आयोजन. ഇപ്പോഴാണ് നമുക്ക് കണ്ടന്റ് എന്താണെന്ന് കിട്ടിയത്. നമ്മളോട് പറഞ്ഞു ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, ഹിന്ദി സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. എന്താണ്, നമ്മളുടെ ദില്ലിയിൽ ഒരു പുസ്തകാലയ പ്രദർശൻ, പുസ്തകവും ക പ്രദർശൻ, ദില്ലിയിൽ നമ്മളുടെ ഹിന്ദി പുസ്തകങ്ങളുടെ വളരെ വലിയൊരു പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾക്കെല്ലാം തന്നെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. 50% ഇളവിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ സ്വന്തമാക്കാം. പിന്നെ അതിന് ക്രിയേറ്റീവായിട്ട് ഒരു പെൻസിൽ കുറച്ച് ബുക്സ് ഒക്കെ പിടിച്ച് നിൽക്കണത് കണ്ടു. പിന്നെ എവിടെയാണ് സ്ഥാൻ പ്രഗതി മൈതാൻ നയി ദില്ലി, ജൽദി കീജിയ ഐസ അവസർ ഫിർ നെഹി മിലേഗ. വീണ്ടും ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുകയാണ്, പെട്ടെന്ന് വാങ്ങിക്കോ, ഈ ഒരു അവസരം ഇനി നിങ്ങൾക്ക് കിട്ടില്ല. സെയിൽ നമ്മുടെ ഇംഗ്ലീഷിലെ സെയിൽ തന്നെ. അപ്പം കണ്ടോ, വളരെ അട്രാക്റ്റീവായിട്ട് ചുരുക്കി എന്നാൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളോട് എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് വെറുതെ ഒരു ബോക്സ് വരച്ച് കുറച്ച് കണ്ടന്റ് എഴുതി പിക്ചർ വരയ്ക്കാതെ ഇതുപോലെ ബബിൾസ് ഇട്ടും അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എന്നാൽ കണ്ടന്റിലും യാതൊരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങൾക്ക് എത്രത്തോളം അതിനെ അട്രാക്റ്റീവ് ആക്കാമോ, സ്ലോഗൻസ് എഴുതാമോ അത്രത്തോളം അട്രാക്റ്റീവ് ആക്കി സ്ലോഗൻസ് ഒക്കെ എഴുതി വിജ്ഞാപന ലേഖനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്നെടുത്ത 2 ടോപ്പിക്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാലാണ് ഷുവറായിട്ടും നമുക്ക് A+ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ A+ ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ CCയിൽ A+ മന്ത്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇതിനും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് എക്സാംസും അതുപോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീക്കിലി എക്സാംസും അതുപോലെ തന്നെ മെൻറ്റർഷിപ്പും ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഒക്കെ നമ്മളുടെ CC+ൽ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നമ്മളുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്